ഹായ് ഗൈസ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ച കാര്യം എൻ്റെ ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, കുഞ്ഞുങ്ങൾ കിട്ടാൻ പാടാണ്, ഹെൽത്ത് ഓക്കെ അല്ല എന്നുള്ളത്. ഞാൻ ആകെ തകർന്നു പോയ നിമിഷം. എന്നാൽ കുഞ്ഞുങ്ങളില്ലെങ്കിൽ ജീവിക്കണ്ടേ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ലൈഫിന് പൂർണ്ണതയുള്ളൂ എന്നൊക്കെ ഒരുപാട് ഞാൻ ചിന്തിച്ചു കൂട്ടി. എനിക്ക് കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. 2 ഓവറിലും എഗ്ഗ് കുറവായിരുന്നു. ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചെങ്കിലും അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. എന്നാൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാരുടെ ചോദ്യങ്ങളെ ആദ്യം ഭയന്നെങ്കിലും പിന്നെ എനിക്കൊരു ഭയവും തോന്നിയില്ല. എന്തോ ഉള്ളിലൊരു വിശ്വാസം. ഓരോ സ്കാനിങ് കഴിയുമ്പോഴും പ്രതീക്ഷ കൂടി വന്നു. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. എനിക്ക് എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് വ്യക്തമായി പഠിക്കാൻ ശ്രമിച്ചു. ഡോക്ടർ പറയുന്ന മെഡിസിൻ കറക്റ്റായി എടുത്തു. 1 കിലോ കുറയ്ക്കാൻ പറഞ്ഞു, കുറച്ചു. ഹെൽത്തി ഫുഡ് കഴിക്കാൻ പറഞ്ഞു, കഴിച്ചു. അതുപോലെ തന്നെ അബു റിഫാസ് യൂട്യൂബ് ചാനൽ കാണാൻ തുടങ്ങി. അപ്പോൾ എഗ്ഗ് എണ്ണം നമുക്ക് കൂട്ടാൻ കഴിയില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കി. ഉള്ള എഗ്ഗ് ക്വാളിറ്റി ആയിട്ട് ഉണ്ടാകാൻ വേണ്ടുന്ന ഫുഡ് കഴിക്കാൻ തുടങ്ങി. കഴിവതും പോസിറ്റീവായിരിക്കാൻ ശ്രമിച്ചു. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പീരീഡ്സ് കറക്റ്റാക്കി. 3 മാസമെങ്കിലും പീരീഡ്സ് കറക്റ്റായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഓവുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓവുലേഷൻ കാൽക്കുലേറ്റ് ചെയ്തു, ട്രാക്ക് ചെയ്തു. അതിന് വേണ്ടിയിട്ട് മൊബൈലിലൊരു ആപ്ലിക്കേഷനും കണ്ടുപിടിച്ചു. അതിനോടൊപ്പം താൻ പാതി ദൈവം പാതി എന്നാണല്ലോ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ധ്യാനം കൂടി. മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കിയില്ല. ഹെബ്രായർ 11:2, 11 അധ്യായം 11 മുതൽ 13 ഞാൻ ഇടവിടാതെ പ്രാർത്ഥിച്ചു. അതുകൂടാതെ റൂമിലെ പ്രാർത്ഥനകൾ എഴുതി ഒട്ടിച്ചു. ഞാൻ കരഞ്ഞതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെയും ഫലം എനിക്ക് കിട്ടി. ഒരു കുഞ്ഞിനെ ചോദിച്ച് എനിക്കിപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം. പ്രതീക്ഷ കൈവിടരുത്. നമ്മളിൽ നമുക്കൊരു വിശ്വാസം വേണം. എന്നെ ഇതുവരെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി. വീണ്ടും കാണാം.